പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അയച്ചു തരുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ നമുക്ക് സ്പേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോയിട്ട് നമ്മൾ ഒരു ക്യാമറയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും സ്പേസ് നമുക്ക് ഉണ്ടായിരുന്നാൽ മാത്രമേ, സ്റ്റോറേജ് ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് അത് ലോഡാക്കി വെക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് എങ്ങനെ ഫോണിൽ ഈ സ്റ്റോറേജ് കൊണ്ടുവരാം, ഒരുവിധ സ്റ്റോറേജ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് മിക്കവാറുമുള്ള എല്ലാ ഫോണുകൾക്കും ഡിഫാൾട്ടായിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ ഗൂഗിൾ ഫയൽസ്. ഗൂഗിൾ ഫയൽസ് നിങ്ങളെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ സെർച്ച് ബാറിൽ ഇതുപോലെ ഗൂഗിൾ ഫയൽസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ കാണുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങൾ മറ്റുള്ള തേർഡ് പാർട്ടീസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഗൂഗിളിന്റെ തന്നെ ഗൂഗിൾ ഫയൽ ബൈ ഗൂഗിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഡിഫാൾട്ടായിട്ട് മിക്കവാറും എല്ലാ ഫോണുകളിലും കിട്ടുന്നതാണ്. കിട്ടാത്ത ആൾക്കാർക്ക്, ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോറേജ് പ്രശ്നം ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഞാനിത് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് വളരെയേറെ ഉപകാരമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. സേഫ് ഫ്ലോർ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റോറേജിന്റെ, നമ്മുടെ ഫോണിലുള്ള ഇന്റേണൽ സ്റ്റോറേജ് ഇവിടെ അറിയാൻ സാധിക്കും. അതിന്റെ ക്യാജ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ജങ്ക് ഫയൽസ് 89.21 MB ജങ്ക് ഫയൽസ്, ആവശ്യമില്ലാത്ത ഫയലുകൾ ഉണ്ട്. നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ നോക്കുകയാണ്. ക്ലിയർ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണല്ലോ, ഇതെല്ലാം നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് കേട്ടോ. നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാതെ ഇട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ്. ഇത് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത് സ്ക്രീൻഷോട്ടുകൾ വച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത സ്ക്രീൻഷോട്ടുകൾ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് മാറ്റുക. അതിനുശേഷം മൂവ് ടു ട്രാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ട്രാസ്റ്റിൽ, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ക്രീൻഷോട്ടുകൾ ഇതുപോലെ, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സെലക്ട് ഫയൽസ് എന്നാണ്. ഇത് ലാർജ് ഫയൽസുകളാണ്. നമ്മുടെ ഫോണിലെ വീഡിയോകൾ, നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയ വീഡിയോകളാണ് ഇതാ കിടക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ ടിക്ക് മാർക്ക് ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് മാറ്റുക. കാര്യം ഇതെല്ലാം നിങ്ങൾ ഫോണിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എവിടെയാണെന്നോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല. അതാണ് ഈ ഫയൽ മാനേജർ വഴി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കണ്ടുപിടിക്കാൻ സാധിക്കുകയും നമുക്ക് ആവശ്യമുള്ളത് ഫോണിൽ വച്ചതിന് ശേഷം ആവശ്യമില്ലാത്തത് ഇതുപോലെ ഓരോന്നോരോന്നായി ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് ആപ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാതെ ഇറക്കുന്ന ആപ്ലിക്കേഷനാണ് ഇതെല്ലാം കേട്ടോ. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാത്ത, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആ ആപ്ലിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് വരും. നമ്മൾ ആപ്ലിക്കേഷനിലോ പ്ലേ സ്റ്റോറിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ബിറ്റ്മാറ്റിലും കാര്യങ്ങളിലും എല്ലാം ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതും ഇതുപോലെ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ ഓപ്ഷനിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സുകളും കാര്യങ്ങളുമാണ്.
നമ്മളെ പല പല സൈറ്റിലും കയറി എൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമുള്ളത് വെച്ചതിന് ശേഷം നമുക്കത് ഡിലീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഡിലീറ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നോക്കി ഒരുപാട് വീഡിയോസ് എനിക്ക് ആവശ്യമുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനായി പോവും. അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാത്തത്. ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കത് പൂർണ്ണമായിട്ടും നമ്മളെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽസുകളെല്ലാം നമ്മൾ ട്രാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ കിടക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയാണ് അവർ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇവിടെ ആൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഇപ്പൊ തന്നെ ചെറിയ ഫയലുകൾ മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷെ 821 MB എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരിക്കലും സ്റ്റോറേജ് പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് നിങ്ങൾ നോക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.